മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ഇബ്നു ആദം ലിമ തഹ്സുദു അഖാക, എന്തിനാണ് നീ അസൂയ വെക്കണേ? അള്ളാഹു ഒരുത്തന് പണം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു സൗന്ദര്യം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു പ്രഭാഷകനാക്കി, ഒരുത്തൻ അള്ളാഹു ആലിമാക്കി, ഒരുത്തൻ അള്ളാഹു വലിയ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി. നീ എന്തിനാടാ അസൂയ വെക്കുന്നേ? നീ എന്തിനാ അസൂയ വെക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു അവനെ അനുഗ്രഹിച്ച ഒരു വ്യക്തി, അള്ളാഹു അനുഗ്രഹിച്ചവനെ നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഒരുത്തൻ അള്ളാഹു സമ്പത്ത് കൊടുത്തെങ്കിൽ അള്ളാഹുവിനെ അനുഗ്രഹിച്ചതല്ലേ സമ്പത്ത് കൊടുത്ത്, നീ എന്തിനാ അസൂയ വെക്കുന്നത്? അള്ളാഹ് നീ ചെയ്തത് ശരിയായില്ല, അള്ളാഹ് അതല്ലേ അതിനർത്ഥം. ഒരുത്തനിട പണങ്ങാണല്ലോ ചില ആൾക്കാര്. നമ്മുടെ കേരളത്തിൽ ഒരു കഥ പറയാറുണ്ട്. ഒരാൾ നോക്കുമ്പോൾ ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ, ഈ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട്, അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ഇവനാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ, ഒന്നും ഇല്ലാത്തവൻ, പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നവൻ, ഏറ്റവും ദരിദ്രനാ. ഈ ദരിദ്രൻ ഈ പണക്കാരനെ നോക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ആ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേ അള്ളാഹ്. അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എല്ലാത്തിനും കൊടുക്കും. ഈ അബൂബക്കർ ഹാജിയെ നോക്കിയിട്ട് ഒരുത്തം പറയുക, അള്ളാഹുവെ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ല. എപ്പോഴും ദുആ. പക്ഷെ ഇവനാവുന്നില്ല. ഇവൻ എത്ര ദുആ ചെയ്തിട്ടും അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാകുന്നില്ല. അപ്പൊ ഓൻ അള്ളാഹിനോട് പറയാ, ഞാൻ കുറെ കാലം കൊണ്ട് അള്ളാഹുവെ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. വിഷമോ ഇല്ല അള്ളാഹ്, എങ്കിൽ എന്നെ പോലെയെങ്കിലും അബൂബക്കർ ഹാജി ആക്കണേ തമ്പുരാനെ, നേരെ തിരിച്ച് പിച്ചക്കാരനാക്കണേ. ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മളും അങ്ങനല്ലേ. ഓനെ എന്നെ പോലെയെങ്കിലും ആക്കി തമ്പുരാനെ, കുറച്ചിനും ഓനെ ഒന്ന് എത്തീങ്കാനയിലാക്കിത്താ അല്ലാഹ്. എന്തൊരു സന്തോഷല്ലേ ഓൻ എത്തീങ്കാനയിലായി കാണാൻ. എടാ പൊന്നാര ചങ്ങാതിമാരെ, അസൂയ